പ്രിയമുള്ളവരെ, ക്രിസ്മസ് ജാതി മത വർഗ ഗോത്ര വ്യത്യാസങ്ങളില്ലാതെ മാനവരാശി മുഴുവൻ ഒരുമിച്ച് ഒന്നായി കാത്തിരിക്കുന്ന സുന്ദര നിമിഷം. നക്ഷത്രവിളക്കുകൾ തൂക്കി ഏതോ നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്ന് തിരിച്ചു പിടിക്കാനെന്ന ഭാവേന ഭവനങ്ങളുടെയും ദേവാലയങ്ങളുടെയും വലിയ വൃക്ഷങ്ങളുടെയും ഒക്കെ മുകളിൽ നക്ഷത്രവിളക്കുകൾ തൂക്കി കാത്തിരിക്കുകയാണ് ആ പ്രകാശധോരണിക്ക് വേണ്ടി. ഈ പ്രകാശമാണ് ലോകചരിത്രത്തെ രണ്ടായി വെട്ടിമുറിച്ചത്. BC-യും AD-യുമായി ലോകചരിത്രം രണ്ടായി വെട്ടിമുറിഞ്ഞത് ഈ നക്ഷത്രത്തിൻ്റെ തിളക്കം ആരുടെ ജന്മത്തിന് കാരണമായോ, ആരുടെ ജന്മത്തെ വിളിച്ചറിയിച്ചുവോ, ആ ജന്മമാണ് ലോകചരിത്രത്തെ രണ്ടായി വെട്ടിമുറിച്ചത്. BC-യും AD-യുമായി ലോകചരിത്രം രണ്ടായി വെട്ടിമുറിച്ചിട്ട് എന്തുപകാരം? ചരിത്രം പഠിക്കാൻ അല്പം എളുപ്പമുണ്ടായി എന്നതിനപ്പുറം വെട്ടിമുറിക്കപ്പെടേണ്ടത് ഈ ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ അലക്സാണ്ടർ അച്ഛനാ മുറിയപ്പെടേണ്ടത്. എൻ്റെ ജീവിതത്തിലാണ് BC-യും AD-യും ഉണ്ടാകേണ്ടത്. ഈ ഒരു വെട്ട് കിട്ടിയവരുടെ ഒക്കെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ ക്രിസ്മസിനും നമുക്ക് ഈ ഒരു മാറ്റത്തിൻ്റെ സ്വരമല്ലേ ശ്രവിക്കേണ്ടത്? സാവൂൾ ക്രിസ്ത്യാനി വെട്ടിക്കൊല്ലാൻ വേണ്ടി പോയ വഴിക്കല്ലേ, ഡമാസ്കസിലേക്ക് പോകുന്ന വഴിക്ക് തട്ടിയിട്ടിട്ട് നസ്രായനൊരു ചോദ്യം ചോദിച്ചു. സാവൂൾ സാവൂൾ, നീ പീഡിപ്പിക്കുന്നത് നസ്രായനായ യേശുവിനെയാ. ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ആ ഒരൊറ്റ വചനം അപ്പോസ്തല പ്രവർത്തനം 26:14, ആ വചനത്തിൻ്റെ വെട്ടാണ് സാവൂളിനെ വെട്ടിമുറിച്ചത്, രണ്ടാക്കി മാറ്റിയത്, മാറ്റത്തിനിടയാക്കിയത്. ഇത് തന്നെയല്ലേ ആഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച റോമ 13:11? ഇതെല്ലാം ചെയ്യുന്നത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിതവേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ ഇനിമേൽ നീ വ്യാപരിക്കരുത്, തിന്നരുത്. ഏദൻ തോട്ടത്തിൽ വെച്ച് അരുത് എന്ന് ദൈവം പറഞ്ഞ ആ പഴം പറിച്ചു തിന്ന് ലോകത്തിനേറ്റ മുറിവുണക്കണമെങ്കിൽ ഈ വചനം മാംസമായവൻ്റെ വെട്ട് കിട്ടിയ പോലെ ആ മുറിവുണക്കാൻ കഴിയൂ. ഇത് തന്നെയായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ ശൗര്യാരി പുണ്യാളൻ്റെ ജീവിതത്തെ മാറ്റിയത്? ഇത് തന്നെയല്ലേ നമ്മുടെ അയൽക്കാരി ആ കൊടമാള ഒരു കാരി പെങ്കൊച്ചിൻ്റെ ജീവിതത്തിലേക്ക് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകണമെന്ന വചനം കുട്ടിക്കാലത്ത് കേട്ട വചനം ആ കൊച്ചു കന്യാസ്ത്രീയുടെ ഉള്ളിൽ വീണ് കിട്ടി. അപ്പോൾ ആ കന്യാസ്ത്രീയുടെയും ജീവിതത്തെ മാറ്റിമറിച്ചില്ലേ? അതുകൊണ്ട് ഈ ക്രിസ്മസ് വ്യത്യാസപ്പെട്ട ഒന്നായി തീരണമെങ്കിൽ ഈ നക്ഷത്രത്തിൻ്റെ തിളക്കം തിളങ്ങേണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ, സ്നേഹാശ്രമത്തിലെ ഈ മക്കളോടൊപ്പം ഞാൻ കുറച്ച് നാളായി ഇവിടെ കൂടാരമടിച്ചിട്ട് ഈ കണ്ണുകളിൽ ഈ തിളക്കം കാണണം. നക്ഷത്ര തിളക്കം കാണേണ്ടത് തടവറയിൽ അടയ്ക്കപ്പെട്ട മനുഷ്യ മക്കളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ തിളക്കം, നക്ഷത്ര തിളക്കം ഈ കണ്ണിൽ കാണണം. അവർ കൊന്നവരായിരിക്കാം, കൊലയാളിയായിരിക്കാം, ചിലപ്പോൾ കുറ്റവാളിയായിരിക്കാം, പോക്കറ്റടിക്കാരായിരിക്കാം. ഞാനിവരെ ന്യായീകരിക്കുകയല്ല, ചെയ്ത തെറ്റ് തന്നെ. പക്ഷെ അതിൽ നിന്നും മാറ്റം വരുത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വെളിച്ചമായി വന്നവൻ്റെ വെളിച്ചം കിട്ടണം. കിട്ടുമ്പോഴാണ് ഈ മാറ്റം വരിക. വീണ്ടും തെരുവിലൂടെ മഴ പെയ്യുമ്പം മരച്ചുവട്ടിലേക്ക് മാറി നിൽക്കാൻ മാനസിക ശേഷിയില്ലാത്ത, നഗ്നത അറിയില്ലാത്ത, വിശപ്പറിയില്ലാത്ത, എന്തിനെന്നറിയാതെ മാറാപ്പുതോൾ കെട്ടിച്ചമക്കുന്ന മാനസിക രോഗികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഞാനും തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ കഴക്കൂട്ടത്ത് വെച്ച് ഒരു മലയാള പട്ടിയും ഒരു ഹിന്ദി മനുഷ്യ സഹോദരനും കൂടെ ഒരുമിച്ച് നിന്ന് വേസ്റ്റ് വാരി തിന്നുന്നത് കണ്ട ആ മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോയി കുളിപ്പിച്ചതാണ്. ഇന്ന് പുത്തൻതോപ്പിലെ 48 മാനസിക രോഗികളുടെ ഭവനം. ഡിസംബർ 20-ാം തീയതി അവിടെയും ക്രിസ്മസിന് ഈ മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഓരോ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. മഴ പെയ്യുമ്പോൾ മരച്ചോട്ടിലേക്ക് മാറി നിൽക്കില്ല. മഴയത്ത് നിന്ന് ഒരാളെ പിടിച്ചതാ. നഗ്നത അറിയില്ല. കഴക്കൂട്ടത്ത് കൂടെ ഇതുപോലൊരു മനുഷ്യൻ തൻ്റെ നിക്കർ താഴേക്ക് പോവുക, പാൻസ് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്, മറ്റു വസ്ത്രമൊന്നുമില്ല. നഗ്നത അവൻ അറിയില്ല. എങ്കിലും അല്പം ബോധം വന്നപ്പോൾ അതാ മുറുകെ പിടിച്ചു. വീണ്ടും ചിരിക്കേണ്ടപ്പോൾ ചിരിക്കാനോ കരയേണ്ടപ്പോൾ കരയാനോ തലച്ചോറില്ല. അതെന്താ? അതെൻ്റെ ഷാനവാസിൻ്റെ ഉമ്മ. അവിടെ ഒരു കല്ലുണ്ട് ആശ്രമത്തിൻ്റെ, അവിടെ വന്നിരുന്ന് അമ്മക്കിളി കുഞ്ഞിക്കിളിക്ക് തീറ്റ കൊടുക്കുന്നത് പോലെ ദോശയും ചമ്മന്തിയും കൂടെ ഈ അമ്മ 48-കാരനായ മാനസിക രോഗിക്ക് വാരി കൊടുക്കുമ്പോൾ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അവൻ്റെ ഉമ്മ തലയടിച്ച് ബാത്റൂമിൽ മരിച്ചു. പെങ്ങൾ ഷാഹിദ വിളിച്ചു പറഞ്ഞു, ഫാദറേ അണ്ണനോട് പറയണം അമ്മ മരിച്ചു. ഞാൻ എൻ്റെ ഷാനവാസിനോട് വളരെ ദുഃഖത്തോടെ പറഞ്ഞു, മോനെ നിൻ്റെ അമ്മ മരിച്ചു. അവൻ പൊട്ടിച്ചിരിച്ചു.
ഇനി അമ്മ ദോശ കൊണ്ടുവരില്ലെന്ന് ചിന്തിക്കാനുള്ള തലച്ചോറില്ല. അതാണ് ചിരിക്കേണ്ടപ്പോൾ ചിരിക്കാനോ കരയേണ്ടപ്പോൾ കരയാനോ തലച്ചോറില്ലാത്ത എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രിയമക്കളെ, സുഹൃത്തുക്കളെ, ലോകമേ ഒരു പുതിയ വെളിച്ചമായി ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട മദ്യപാനിയുടെ കണ്ണിലേക്കും കൂടെ കഴിഞ്ഞ 26 കൊല്ലമായി ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ മുറിച്ചു കൊടുക്കുന്ന ഒരു മിഷനാണ്, ഒരു ദൗത്യമാണ്. അതുപോലെ തന്നെ നട്ടല്ലൊടിഞ്ഞ് കിടക്കുന്ന മനുഷ്യരുണ്ട്, ഒരു 50ഓളം പേര്. 2000 രൂപ വെച്ച് സഭയിൽ നിന്ന് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഓരോ മോമെൻറ്റുകളിൽ മുട്ടിയ മേഖലകളാണ് പ്രിയപ്പെട്ടവരെ. തിരുവനന്തപുരംകാരനായ ആ മനുഷ്യൻ കിടന്നു പടുത്തപ്പോൾ ഒരു വാക്കത്തി കയ്യിൽ കിട്ടിയത് കാല് പച്ചയ്ക്ക് വെട്ടി മുറിച്ചു. അയാൾ മരണനേരത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഒരു ഫാനിട്ട് തരാൻ എനിക്ക് ആരുമില്ല, എനിക്കൊരിറ്റ് വിഷം മേടിച്ചു തരാൻ ആരുമില്ല, കയറ് മേടിച്ചു തരാൻ ആരുമില്ല, ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും. അയാൾ അവസാനമായിട്ട് അവിടെ മുറിയപ്പെട്ട കാലുമായിട്ട് മരിച്ച വാർത്ത മനോരമ പേപ്പറിൽ വായിച്ചത് കേട്ടിട്ടാണ് ഈ നട്ടല്ലൊടിഞ്ഞവരുടെ ലോകത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസിന് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് മരമുകളിലെയോ ദേവാലയ മുകളിലെയോ വീടിൻ്റെ മുൻപിലെയോ നക്ഷത്രങ്ങളുടെ തിളക്കത്തിലേക്കല്ല. ഈ ജയിൽ പുള്ളികളും വാടക കൊണ്ടകളും മാനസിക രോഗികളും മദ്യപാനത്തിന് അടിമപ്പെട്ടവരും നട്ടലൊടിഞ്ഞവരുമായി ഈ മക്കളുടെ കരങ്ങളിലേക്ക് മുറുകെ പിടിച്ചിട്ട് അവരുടെ കണ്ണുനീരിൽ ഒന്നലിയാൻ, അപ്പമായി മുറിയപ്പെടാൻ കുടുംബജീവിതക്കാരാ, പുരോഹിത സമർപ്പിതേ, നമ്മുടെ പൗരോഹിത്യ കുടുംബ സന്യാസ ജീവിതത്തിൽ നിന്ന് ശക്തി ആർജിച്ചെടുത്തുകൊണ്ട് ഉണ്ണിയായി പിറന്നവൻ്റെ ചങ്കിനോട് നമ്മുടെ ചങ്കൊന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ചങ്കുകളെയും ചേർത്ത് പിടിക്കും. ഈ വർഷം ഒരു നല്ല അവാർഡ് സ്നേഹാശ്രമത്തിന് കിട്ടി. കൗസല്യ എന്ന് പേരുള്ള ഒരമ്മ തിരുവല്ലാമലയിൽ നിന്ന് തൻ്റെ മകനെയും കൊണ്ട് ഇവിടെ വരുക. വന്നപ്പോൾ അമ്മയുടെ ഒരു കാൽ ഓട്ടോറിക്ഷയിലിരിക്കുക. ഞാൻ ചോദിച്ചത് എന്താ പറ്റിയ അമ്മ? അച്ചോ, എൻ്റെ ഒരു മുട്ടിന് കീഴ്പോട്ട് വെപ്പുകാലാച്ചോ. ഞാൻ അതിനെ ഇരുത്തി മോനെയും കൊണ്ടുവന്നു. മോനെന്താണ് കുഴപ്പം? മോനെ കുടിയുണ്ട്, അല്പം മെൻ്റലാണ്, പോലീസുകാർ പല പ്രാവശ്യം പിടിച്ചു വിട്ടതാ, ഇങ്ങനെ ആയതുകൊണ്ട് ജയിലിലിട്ടില്ല അച്ചോ, എടുക്കുവോ? അപ്പോഴാണ് ഞാൻ ആ മകൻ്റെ നേരെ നോക്കി. പറഞ്ഞു വിട്ടാൽ ആ അമ്മയുടെ കണ്ണിൽ നിരാശയും ദുഃഖവും ഞാൻ കണ്ടു. ഞാൻ ആ മോനെ എടുത്തു. ഇവിടുത്തെ പതിവ് പോലെ ആ മോൻ്റെ കയ്യിലൊരു പൂവ് കൊടുത്തു, ചേർത്ത് പിടിച്ചു, ആ കാലിലൊരു ചുംബനം കൊടുത്തു. കുറേ നാൾ 2-3 മാസം ഇവിടെ കഴിഞ്ഞപ്പോൾ ഒരു മാനസിക രോഗികളുടെ സെൻറ്ററിലാക്കി. ഇപ്പം ദേ ആ ഒരു സുഖമായിട്ട് അമ്മയും മോനും അമ്മയും പഠിച്ചു. ആ അമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അച്ചോ, അച്ഛൻ എൻ്റെ ഗുരുവായൂരപ്പനാ. ഒരു നിമിഷം കത്തോലിക്ക പുരോഹിതനായി ഞാൻ മരവിച്ചു നിന്നു. ഗുരുവായൂരപ്പനോ? പിന്നെ ഞാൻ ചിന്തിച്ചു, ക്രിസ്മസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ വർഷം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവാർഡല്ലേ ആ അമ്മ പറഞ്ഞ വാക്ക്. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം മുട്ട് തുറക്കാം, ചോദിക്ക് തരാമെന്ന് പറഞ്ഞ നസ്രായൻ്റെ മുഖമായിരിക്കുകയല്ലേ ആ അമ്മ. ഇവിടെ ഞങ്ങൾ, എൻ്റെ കൂടെയുള്ള മാർട്ടിനച്ചനും ആ അമൽ ബ്രദറും മറ്റു ശുശ്രൂഷകരും ഈ മക്കളുടെയൊക്കെ മുഖത്ത് ആ അമ്മ കണ്ടത് ഉറപ്പ് നസ്രായനായ യേശുവിൻ്റെ നക്ഷത്ര തിളക്കമല്ലേ ആ അമ്മ കണ്ടത്. അതുകൊണ്ടല്ലേ അമ്മ അച്ചോ, അച്ഛൻ ഞങ്ങളുടെ ഗുരുവായൂരപ്പനായെന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ മാത്രം നോക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും ഒരു പുതിയ ലോകം സൃഷ്ടിക്കണ്ടേ? ഇവിടെ എല്ലാ ജാതി മതസ്ഥരുമുണ്ട്. രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് ഭക്ഷിച്ച്, ഒരുമിച്ച് പണിയെടുത്ത്, ഒരുമിച്ചിറങ്ങി ജീവിക്കുന്ന 24 തടവറ മക്കളുടെ കൂടെ ജീവിക്കുക ഒരനുഭവമാണ്. ഈ അനുഭവത്തിലേക്ക് ലോകത്തെ, ഈ ഭവനത്തെ സ്നേഹിക്കുന്ന സകല മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. എൻ്റെ പേര് സുജിത്ത്. മലപ്പുറം ജില്ലയിലാണ് എൻ്റെ സ്വദേശം. ഞാനീ പറയുന്നത് എൻ്റെ ജീവിത സാക്ഷ്യമല്ല, എൻ്റെ ജീവിതം തന്നെയാണ്. ഞാൻ എല്ലാ അർത്ഥത്തിലും ജയിൽ വിമോചിതർക്കുള്ള ഈ സ്നേഹാശ്രമത്തിൽ വരുവാൻ യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇരുമ്പഴിക്കുള്ളിൽ എപ്പോൾ ജാമ്യം എന്നാലോചിച്ച് തല ഇരുമ്പഴി തല്ലി ഉറക്കമില്ലാത്ത രാത്രികൾ ഉറ്റവരും മുടിയവരും സുഹൃത്തുക്കളും ആരും ഇല്ലാതെ കഴിഞ്ഞിരുന്നൊരു കാലം. തുടർന്ന് ഞാൻ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഓർത്താൽ രക്ഷിക്കാൻ ആരും വരില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിലും കാലാന്തരത്തിൽ
ജയിൽ മോചിതനായി. തുടർന്ന് നാട്ടിലെത്തിയപ്പോൾ നാട്ടിലും വീട്ടിലും ആശ്രയമില്ലാത്ത അവസ്ഥ. അതിനെ തുടർന്ന് നാടും വീടും ഉപേക്ഷിച്ച് ഇനി കുറച്ച് ദൂരം സ്ഥലത്ത് പണിക്ക് പോകാൻ നേരത്തെ ചെന്നൈയിലേക്ക് പോയി. അവിടെയും എൻ്റെ ജീവിതം പടുത്തുയർത്താൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ജയിലിൽ നിന്ന് കേട്ടറിവുള്ള ഈ സ്നേഹാശ്രമത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു പരിചയമില്ലാത്ത ഈ സ്നേഹാശ്രമത്തിൻ്റെ മുന്നിൽ ഞാൻ വന്ന് നിന്നപ്പോൾ അലക്സാണ്ടർ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞ് കുറച്ച് നേരം എന്നെ ഇങ്ങനെ നോക്കിയതിന് ശേഷം അച്ഛൻ എന്നെ അടുത്ത് വിളിച്ചിരുത്തി എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ ആ നോട്ടത്തിൽ ഒരു മകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അപ്പൻ്റെ മുഖഭാവമാണ് എനിക്ക് അച്ഛനിൽ കാണാൻ സാധിച്ചത്. തുടർന്ന് അച്ഛൻ എന്നോട് എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടു. അതിനുശേഷം ഇവിടുത്തെ സ്വീകരണ രീതി അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അച്ഛനൊരു പൂവെടുത്ത് എൻ്റെ കയ്യിൽ തന്ന് എന്നെ മാറോട് ചേർത്തണച്ച് എൻ്റെ കാലുകളിൽ ചുംബനം തന്ന് എൻ്റെ പുറത്ത് 2 തട്ടി തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, നിനക്കിവിടെ നിൽക്കാമെന്ന്. ആ സമയത്ത് ജാതിയുടെയും മതത്തിൻ്റെയും എൻ്റെ വിശ്വാസങ്ങളുടെയും എല്ലാ മതിലുകളും തകർന്നു വീണു. അതിനുശേഷം ഇവിടെയുള്ള മാർട്ടിൻ അച്ഛനിൽ നിന്ന് എനിക്ക് നല്ലൊരു കൗൺസിലിങ്ങും ആ കൗൺസിലിങ്ങിലൂടെ എനിക്ക് എൻ്റെ മനസ്സിലെ ഭാരം ഇറങ്ങിപ്പോകുന്നതായി അനുഭവപ്പെടുകയും തുടർന്ന് അമൽ ബ്രദറിൻ്റെ സഹായത്തോടു കൂടി ഇവിടെയുള്ള പ്രാർത്ഥനകൾ, എനിക്കൊരു മുൻപരിചയമില്ലാത്ത പ്രാർത്ഥനകൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കുവാനും അതിലൂടെ ഇവിടെയുള്ള പ്രാർത്ഥനകളെല്ലാം പങ്കെടുത്ത് എനിക്ക് ഒരു ആത്മീയമായ അനുഭൂതി അനുഭവിക്കാനും സാധിച്ചു. തുടർന്ന് അച്ഛന്മാരുടെ തീരുമാനപ്രകാരം എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായി വിടുകയും അവിടെ വെച്ച് നിരവധിയായ സംശയങ്ങൾ എനിക്ക് തീർന്നു കിട്ടുകയും ഒരു യഥാർത്ഥ വെളിച്ചം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. ഈ ഒരു വെളിച്ചം ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ ലോകത്തിന് മുഴുവനും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു പാട്ടുകാരനല്ലെങ്കിലും ഞാനൊരു ചെറിയ പാട്ടോട് കൂടി നിർത്തുകയാണ്. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എൻ്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ, എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എൻ്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ, അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ, എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, എനിക്കതു മതിയേ.